അവർക്ക് അറിയാം ആഫ്റ്റർ 5 years ഞങ്ങൾ ഇവിടെ എത്തും, ആഫ്റ്റർ 3 years ഇവിടെ എത്തും, ആഫ്റ്റർ 1 ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇവിടെ എത്തും എന്നുള്ളത് റിട്ടൺ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വൈ ദേ ആർ സിറ്റിംഗ് ഹിയർ? ദ ഓൺലി റീസൺ ഈസ് ദാറ്റ് they have already the first one they are excellent leaders, second one they have right team, and third one they have a long term vision. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ബിസിനസ് മോഡൽ എന്താണ് ഒരു പ്രോഫിറ്റബിൾ സ്കെയിലബിൾ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. Greenlives Coaching and Training Solution. മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും എങ്ങനെ ബില്ല് അടക്കണം, എങ്ങനെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, എങ്ങനെ റെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ വീക്കിലി ടു വീക്കിലി മന്ത്ലി ടു മന്ത്ലി പ്ലാൻ ചെയ്യുന്ന സർവൈവൽ ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് എങ്ങനെ ലോങ് ടൈമിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ കമ്പനി എവിടെ എത്തും, 10 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് അൽബിഡോക്ക് ഇന്ന് അറിയാം. നിങ്ങൾ അവിടെ ചോദിച്ചു നോക്കൂ, വേർ വിൽ യു ബി ആഫ്റ്റർ 10 years? അവർ പറയാം ഞങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആവും, ഞങ്ങൾക്ക് ഇത്ര ടേൺ ഓവർ ബിസിനസ് ഉണ്ടാവും, ഇത്ര ബ്രാഞ്ചുകൾ ഉണ്ടാവും എന്നുള്ളത് ടോപ്പ് 10 വന്നിട്ടുള്ള 70 ഓണ്ടർപ്രണേഴ്സും നമ്മൾ ഡ്രീം കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വിഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഡ്രീം കൊളാഷ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അറിയാം ആഫ്റ്റർ 5 years ഞങ്ങൾ ഇവിടെ എത്തും, ആഫ്റ്റർ 3 years ഇവിടെ എത്തും, ആഫ്റ്റർ 1 ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇവിടെ എത്തും എന്നുള്ളത് റിട്ടൺ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ലോങ് ടൈം വിഷൻ ഉണ്ട്. മഹാഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യാപാരി വ്യവസായത്തെ അല്ലെങ്കിൽ കേരളത്തിലുള്ള മൊത്തം സംരംഭകരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ ലോങ് ടൈം വിഷൻ, ഡു യു ഹാവ് എ കോർ പർപ്പസ്, ഡു യു ഹാവ് എ കോർ വാല്യൂ, വാട്ട്സ് യുവർ മിഷൻ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ മേ ബി 3% ഓഫ് ഓണ്ടർപ്രണേഴ്സ് maybe they may have an answer. ആ 3% ഓണ്ടർപ്രണേഴ്സ് ആണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. വൈ ദേ ആർ സിറ്റിംഗ് ഹിയർ? ദ ഓൺലി റീസൺ ഈസ് ദാറ്റ് they have already the first one they are excellent leaders, second one they have right team, and third one they have a long term vision, they have a core purpose, they have core values. അപ്പോൾ അവർ കാറ്റ് വരുമ്പോൾ കൊടുങ്കാറ്റ് വരുമ്പോൾ, കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ കൊറോണയാവാം അല്ലെങ്കിൽ പ്രളയമാവാം, എല്ലാ മരങ്ങളും എന്ത് ചെയ്യും ഇളകും, ചില മരങ്ങൾ എന്ത് ചെയ്യും കടവേകി പോവും. പക്ഷെ ഇങ്ങനെ ലോങ് ടൈം വിഷനിൽ പോയ കമ്പനീസ് ഓക്ക് ട്രീ പോലെയാണ്, ആല് പോലെയാണ്. കാരണം അവർക്ക് എന്തുണ്ടത്, അവർ ബിസിനസ് ചെയ്യുന്നത് പണം ഉണ്ടാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ചില കോർ പർപ്പസ് ഉണ്ട്, ചില കോർ വാല്യൂസ് ഉണ്ട്, ചില മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഒരു കുലുങ്ങൂല. അപ്പൊ ഇപ്പൊ എന്താവും, മാർക്കറ്റ് ക്ലീൻ ആവും. പല ആളുകളും ഓണ്ടർപ്രണേഴ്സ് പാഷനേറ്റ് അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ കോർ പർപ്പസും കോർ വാല്യൂസും ഉള്ള ആളുകൾ ഓൾറെഡി 2 തരംഗം വന്നപ്പോൾ ബിസിനസ് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. മേ ബി 70% ഓഫ് ദ ബിസിനസ് ഷട്ട് ഡൗൺ ഇൻ ഫർണിച്ചർ ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് മാർക്കറ്റ് ക്ലീൻ ചെയ്യും. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ലോങ് ടൈം വിഷനുള്ള ഈ പാഷനുള്ള സംരംഭകർ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബാക്കിയാവുള്ളൂ. ആ ബാക്കിയാവുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി 5% 10% മാർക്കറ്റിൽ ഉണ്ടാവുക. അവരാണ് ഗ്ലോബൽ ലെവലിലേക്ക് പോവുക. അപ്പം അങ്ങനെ ഒരു ലോങ് ടൈം വിഷൻ ഇവിടെ ടോപ്പ് 10 45 ബേസ പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു വിഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വിഷൻ ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അത് 10ഓളം ബ്രാൻഡുകൾ കഴിഞ്ഞ ജാനുവരി 1 അവരുടെ വിഷൻ ലോഞ്ച് ചെയ്തു, ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. 10 year നിന്ന് അവർ 5 year മാസ്റ്റർ പ്ലാനിലേക്ക് കൊണ്ടുവന്നു, അത് 1 yearലേക്ക് കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ടോപ്പ് 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു സ്റ്റെപ്പേ വെച്ചിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് 1.5 സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ. ഇനിയും 8.5 സ്റ്റെപ്പ് വെക്കാനുണ്ട്. ആ 8.5 സ്റ്റെപ്സ് കിട്ടാനാണ് അത് വെച്ച ആളുകൾ, ഓൾറെഡി പ്രാക്ടിക്കലി ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടണം. തിയറി മാത്രം പോരാ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതുപോലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെ, കോച്ചസിനെ, കൺസൾട്ടൻസിനെ, അല്ലെങ്കിൽ ആ മേഖലയിൽ പിന്നെ മൈക്രോനിഷ് കാറ്റഗറിയിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച സംരംഭകരൊക്കെ കൊണ്ട്, വിജയിച്ച ആൾക്കാരെ മാത്രമല്ല പരാജയപ്പെട്ട ആളുകളെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. കാരണം പരാജയപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ബിസിനസ് മോഡൽ എന്താണ് ഒരു പ്രോഫിറ്റബിൾ സ്കെയിലബിൾ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് കൊടുക്കാൻ പോകുന്ന കാര്യം. ഒപ്പം ഒരു പേഴ്സൺ, മിക്ക ആളുകളും മലപ്പുറം ജില്ലയിലാവട്ടെ മലബാറിലാവട്ടെ ഒരു 85% 90% ബിസിനസ്സുകാരും ദേ ആർ ഇൻ ദ ബിസിനസ്, ദേ ആർ ഇൻ ദ ചക്രവ്യൂ. ആ ഒരു ചക്രവ്യൂഹത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. കാരണം അവർ തന്നെയാണ് അവരുടെ ബിസിനസ്സിൽ ചീഫും, അവർ തന്നെയാണ് അവരുടെ ബിസിനസ്സിൽ ചീഫും. അത് പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, പക്ഷെ അതാണ് റിയാലിറ്റി. ദേ ആർ ദ ചീഫ് ആൻഡ് ദേ ആർ ദ ചീപ്പ് ഇൻ ദ കമ്പനി. അതിൽ നിന്ന് മാറ്റിയിട്ട് അവരെന്ത് ചെയ്യണം, നമുക്ക് ബിസിനസിന്റെ പുറത്തേക്ക് കൊണ്ടുപോകണം. ഇൻ ദ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അവരെ ഓൺ ദ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഓൺ ദ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, കാരണം ബിസിനസ്സിൽ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന് ക്രിയേറ്റീവ് വർക്ക്, പിന്നെ റിപ്പീറ്റേറ്റീവ് വർക്ക്. ക്രിയേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ വെറും 10% ഉള്ളൂ. റിപ്പീറ്റേറ്റീവ് വർക്കുകളാണ് 90% ഉള്ളത്. പക്ഷെ മിക്ക ഓണ്ടർപ്രണേഴ്സും ഈ റിപ്പീറ്റേറ്റീവ് വർക്കിൽ കുടുങ്ങി കിടക്കുകയാണ്.
ക്രിയേറ്റീവ് വർക്ക് ചെയ്യാർക്ക് സമയമില്ല. അപ്പോൾ ക്രിയേറ്റീവ് വർക്കുകൾ 10% ഉള്ളെങ്കിലും ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഇന്നോവേഷൻ കൊണ്ടുവരണമെങ്കിൽ എന്താണ്, ക്രിയേറ്റീവ് വർക്ക് നടക്കണം. പക്ഷെ റിപ്പീറ്റേറ്റീവ് വർക്കുകൾ നടക്കാതെ ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ റിപ്പീറ്റേറ്റീവ് വർക്കുകൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റിപ്പീറ്റേറ്റീവ് വർക്കുകൾ ഡോക്യുമെന്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ SOP എന്ന് പറയുന്നത്, അല്ലെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. മൾട്ടിനാഷണൽ കമ്പനികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ KFC ആവട്ടെ, മെക്ഡൊണാൾഡ്സ് ആവട്ടെ, ഈ താജ് ആവട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട്, ഒരു SOP ഉണ്ട്. ഒരു SOP ഉള്ളതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അവർക്ക് KRA ഉണ്ട്, അവർക്ക് KPI ഉണ്ട്. ഈ പറഞ്ഞ അവർക്ക് എന്തുണ്ട്, കോർ പർപ്പസും കോർ വാല്യൂസും വിഷനും മിഷനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഒരു 10 സ്റ്റെപ്പുകളിലൂടെ പോയതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റം ഡ്രിവൺ കമ്പനി ഉണ്ടാകുന്നത്. നമ്മൾ അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ നാട്ടിലെ മൈക്രോനിഷ് ബിസിനസ് കാറ്റഗറി ചെയ്യുന്ന നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു പീപ്പിൾ ഡ്രിവൺ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഡ്രിവൺ നിന്ന് ആദ്യം അവർ ഒരു സിസ്റ്റം ഡ്രിവണിലേക്ക് മാറണം. സിസ്റ്റം ഡ്രിവണിലേക്ക് മാറുന്നതാണ് ഓട്ടോ പൈലറ്റ് ആവാന്ന് പറഞ്ഞാൽ. ആദ്യം ഓട്ടോ പൈലറ്റ് ആവണം, പിന്നെയാണ് ഓട്ടോ എക്സ്പെൻഷൻ ഗ്രോത്ത് വരിക, പിന്നെയാണ് ഓട്ടോ ട്രാൻസ്ഫോർമേഷൻ വരിക. ആദ്യം നമ്മൾ അവരെ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യണം. കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു കൾച്ചർ ഉണ്ട്, താജ് ഹാസ് എ കൾച്ചർ. ആ കൾച്ചറാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്, അല്ലെ. BMW ഹാസ് എ കൾച്ചർ, ബെൻസ് ഹാസ് എ കൾച്ചർ. സോ ആ കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, അത് വരുന്നത് നമ്മുടെ കോർ പർപ്പസ് ഒന്നും കോർ വാല്യൂസ് ഒന്നും മിഷൻ എന്നൊക്കെയാണ്. നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇഫ് യു ഹാവ് bringing inspiration and innovation to every athlete in the world. If you have a body, you are an athlete എന്നുള്ളതാണ് നൈക്കിൻ്റെ മിഷൻ. അതൊന്നും വന്നതാണെന്ത്, ജസ്റ്റ് ഡു ഇറ്റ്, അവരുടെ മാർക്കറ്റിംഗ് ക്യാപ്ഷൻ. കൊക്കക്കോളയുടെ ക്യാപ്ഷൻ എന്താണ്, ഓപ്പൺ ഡോർസ് ടു ഹാപ്പിനെസ് എന്നാണ്. സകല ആളുകളെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊക്കക്കോള എന്ത് ചെയ്യാത്തത്, നമ്മൾ മരണ വീട്ടിലൊന്നും സപ്ലൈ ചെയ്യാത്തത്. കാരണം അത് അവർ 100 കൊല്ലം മുമ്പ് എഴുതി വെച്ചാണ്. ഇന്നും അവർ ഫോളോ ചെയ്യുന്നത് എന്താണ്, വാൾട്ട് ഡിസ്നിയുടെ കോർ പർപ്പസ് ആണ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി എന്നുള്ളത്. ആളുകളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് വാൾട്ട് ഡിസ്നി ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഒക്കെ ഒരു കോർ പർപ്പസ് ഉണ്ട്. ആ കോർ പർപ്പസ് ഒന്നും കോർ വാല്യൂസ് ഒന്നും മിഷൻ എന്നുമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇവരുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ യൂണിഫോം ഇടലും ലോഗോ വക്കലും മാത്രമല്ല, അത് ഉള്ളിന്ന് വരേണ്ടതാണ്, അത് ഇൻ ദ ബിസിനസ്സിന് വരേണ്ടതാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വരുന്നതാണ്. അപ്പോൾ ആ കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കി പിന്നെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി ബിസിനസ് കൊണ്ടുവരുന്ന ടെക്നോളജി ബിസിനസ്സിനെ ആക്സിലറേറ്റ് ചെയ്യും. ദെൻ ഫ്രാഞ്ചൈസിങ് ബിസിനസ്. ഇപ്പോൾ നമ്മളെ ടോപ്പ് 10 തന്നെ പല ആളുകളും ഫ്രാഞ്ചൈസിങ് ബിസിനസ്സിലേക്ക് പോവുകയാണ്. വെറും 2 വർഷം പ്രായമായ അൽബിഡോ ഫ്രാഞ്ചൈസിംഗിലേക്ക് പോവുകയാണ്. നമ്മൾ കൂടെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് മൊബൈൽ മേറ്റ്. പക്ഷേ അവർ ഇപ്രാവശ്യത്തെ ടാർഗറ്റ് 600ഓളം ഫ്രാഞ്ചൈസി തുടങ്ങാന്നുള്ളതാണ്. ടോപ്പ് 10ലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഒരു ഫ്രാഞ്ചൈസി എന്ന് കഴിഞ്ഞിട്ട് ടാർഗറ്റ് എനിക്ക് തോന്നുന്നു 8-9 ഫ്രാഞ്ചൈസി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അത്രയും സ്പീഡ് ഒരു കൊല്ലം കൂടെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസും സ്ട്രാറ്റജീസും അവർ ബിസിനസ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ റോയൽ ഡ്രീം മുജീബ്ക്ക് എങ്ങനെയാണ് അവർ IPO പിച്ചിങ്ങിലേക്ക് പോകും എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓണ്ടർപ്രണേഴ്സും ഇന്ന് ഇവിടുന്ന് പോകുമ്പോഴേക്കും IPO ടാർഗറ്റ് ചെയ്യണം. എങ്ങനെ എൻ്റെ ബിസിനസ് IPO, അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു IPO ഉള്ള കമ്പനി ഇല്ല. നമ്മൾ കാലിക്കറ്റും മലപ്പുറം കണ്ണൂരും എല്ലാവരും ബിസിനസ്സുകാരാണ്. പക്ഷെ നമുക്ക് എന്തില്ല, ഒരു IPO കമ്പനി ഇല്ല. ആരാ IPO ഒരൊറ്റ കമ്പനീസ് പറയുകയാണെങ്കിൽ എല്ലാവരും ബിസിനസ്സുകാരാണ്. ഇന്ന് ഒരു IPOക്ക് പോയ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ IPO പിച്ചിങ്ങിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അതിലേക്ക് ഇപ്പോൾ അൽസലാം എനിക്ക് തോന്നുന്നു പോകുന്നുണ്ട്, അങ്ങനെ ആദ്യത്തെ കമ്പനി ആവാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് 10 കൊല്ലം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, 2032 എങ്ങനെയാണ് IPO എങ്ങനെ പിച്ച് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലേക്ക് ഒരു തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. Greenlives Coaching and Training Solution.